ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്കൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി റെസിപ്പി ഉണ്ടാകാമല്ലോ. നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി. അതിനായിട്ട് നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എത്ര എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാൻ ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ 4 ഉള്ളിയും 3 വെളുത്തുള്ളിയും 2 തക്കാളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചോറുണ്ടാക്കണം, റൈസ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 പട്ട, പിന്നെ ഒരു 5-6 ഏലക്കായും, പിന്നെ കുറച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നമ്മുടെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് അതിക്കിട്ട് കൊടുത്ത് ഒരു കഷ്ണം നെയ്യും കൂടി ഇട്ടിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ട് ഒന്നാണ് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ലേശം വെളിച്ചെണ്ണ, ബാക്കിയൊക്കെ നെയ്യ് മതി. പിന്നെ നമ്മൾ ചെമ്മീനുണ്ടല്ലോ, മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചെമ്മീനൊക്കെ കോരി മാറ്റി ആ എണ്ണയിൽ തന്നെ